നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണോ എന്ന് ചോദിക്കുന്നത് പോലെ മൈക്കും ക്യാമറയുമുള്ള എല്ലാവരും മാധ്യമപ്രവർത്തകരാണോ? ഡൽഹി ഹൈക്കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു പരാമർശം ഇതിനോട് ചേർത്ത് വായിക്കണം. യാതൊരു പരിശീലനവുമില്ലാതെ മൊബൈൽ ഫോണും മൈക്കുമായി നടക്കുന്നവർ എല്ലാം മാധ്യമപ്രവർത്തകരായി കണക്കാക്കാനാവില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. നമ്മുടെ കേരളത്തിൽ സമീപകാലത്തായി നടന്ന ഒരു സംഭവവികാസം, സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ കിട്ടിയ ഒരു മകൻ്റെ പ്രകടനം നമ്മളിപ്പോൾ അതിനോട് ചേർത്ത് വെക്കണം. മറ്റാരുമല്ല, നടൻ സലിംകുമാർ മരിച്ചപ്പോൾ മകൻ ചന്തു സലിംകുമാറിൻ്റെ ആ സമയത്തെ വല്ലാത്ത ദുഃഖം, രോഷം, തൻ്റെ അച്ഛൻ്റെ സംസ്കാര ചടങ്ങിന് പോലും ആ തരത്തിലുള്ള ഒരു പ്രൈവസി കുടുംബാംഗങ്ങൾക്ക് കിട്ടാത്ത തരത്തിലുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ പ്രകടനം, ഇതൊക്കെ വല്ലാതെ വലിയ സപ്പോർട്ട് ചന്തുവിൽ ലഭിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോഴും പലരുടെയും പ്രൈവസിയെ ബാധിക്കത്തക്ക വിധം പല സൂപ്പർ സ്റ്റാറുകളുടെയും അല്ലെങ്കിൽ സെലിബ്രിറ്റികളെയും വല്ലാതെ ദ്രോഹിക്കും വിധമുള്ള മാധ്യമ പ്രവർത്തനത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് ഇവർക്ക് മാധ്യമ പരിശീലനമോ ധാർമ്മിക ബോധമോ ഉത്തരവാദിത്തമോ ഉണ്ടാകാറില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ നിയന്ത്രിക്കുന്നതിനായി നിയമനിർമ്മാണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന സുപ്രധാനമായ പരാമർശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിന് ഒരു കാര്യമുണ്ട്. അതായത് അനധികൃതമായി നിർമ്മിച്ചുവെന്ന് ആരോപിച്ച ആരാധനാലയത്തെക്കുറിച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ 2 യൂട്യൂബർമാർക്കെതിരെ ആൾക്കൂട്ട ആക്രമണമുണ്ടായ കേസിലാണ് കോടതിയുടെ ഈ നിരീക്ഷണം എന്നത് നമ്മൾ മനസ്സിലാക്കണം. സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകർ പലപ്പോഴും ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റിദ്ധാരണാജനകമായ കഥകൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുമെന്നുള്ള നിരീക്ഷണവും കോടതി നടത്തി. സത്യമാണല്ലോ, കാരണം ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് പഠിച്ച് കൃത്യമായ അനുഭവ പരിചയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു സംവിധാനമാണ്. നമ്മുടെ 4 പില്ലേഴ്സിൽ ഒന്നാണ്. അതിൻ്റെ ധാർമ്മികത വേണം, ബോധം വേണം, കഴിവ് വേണം, ഉത്തരവാദിത്തം വേണം. ഇതൊന്നുമില്ലാതെ എല്ലാവർക്കും മാധ്യമ പ്രവർത്തകരാകുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. യഥാർത്ഥ മാധ്യമ പ്രവർത്തകരുടെ ക്രെഡിബിലിറ്റിയെ പോലും ബാധിക്കത്തക്ക വിധം, അവർക്ക് സമൂഹത്തിൽ വല്ലാതെ പുച്ഛമുണ്ടാക്കും വിധമുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കോടതി ഈ നിരീക്ഷണം പറഞ്ഞത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. യുദ്ധം നിർത്തിയില്ലെങ്കിൽ സകലതും നശിപ്പിക്കും. അമേരിക്കയ്ക്ക് ഇറാന്റെ അന്ത്യശാസനം. ഭീഷണിക്ക് പിന്നാലെ ഹോർമുസിൽ തായ് കപ്പൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടു. സിറിയയും ആക്രമിച്ച ഇറാൻ. ഇറാനിൽ തുടർച്ചയായ 7ാം ദിവസവും ആക്രമണം നടത്തി US. തെക്കൻ ഇറാനിലെ ബന്ദർ ഖമീർ തുറമുഖത്ത് 5 പാലങ്ങൾ ബോംബിട്ട് തകർത്തു. റെയിൽവേ സ്റ്റേഷനിലും ഇറാൻ ഷൻ പ്രവിശ്യയിലെ വിമാനത്താവളത്തിലും ആക്രമണം. 8 പേർ കൊല്ലപ്പെട്ടു. ഇറാൻ മിസൈലുകൾ വെടിവെച്ചിട്ടതായി ജോർദാൻ. US സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാൻ നിഷേധിച്ച് US സേനയും സിറിയയും. ജോർദാനിൽ US യുദ്ധവിമാനങ്ങളും റീഫ്യൂവലിംഗ് വിമാനങ്ങളും തകർത്തതായി അവകാശവാദം. ഒട്ടേറെ US വിമാനങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇറാൻ. അമേരിക്കയിലെ 1.5 ലക്ഷം ഇന്ത്യക്കാരുടെ ജോലി കളയാൻ ട്രംപ്. ട്രക്ക് ഡ്രൈവിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാരെ ഒഴിവാക്കണമെന്ന ആവശ്യം. പകരം അമേരിക്കയിലെ വിമുക്ത ഭടന്മാരെ നിയമിക്കണമെന്ന വിവാദ നിർദ്ദേശം. കുടിയേറ്റക്കാരിൽ പലരും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളെന്നും അവർ അപകടമുണ്ടാക്കുന്നുവെന്നും ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. സ്കൈറൂട്ട് എയറോസ്പേസിന്റെ വിക്രം 1 റോക്കറ്റ് വിക്ഷേപണം 11:30-ക്ക് ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണത്തറയിൽ നിന്ന് കുതിച്ചുയരും. ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെ എത്തുക ലക്ഷ്യം. ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കാൻ ഇന്ത്യ. ധാക്കയുടെ ആവശ്യം പരിഗണനയിലാണെന്ന് ഇന്ത്യ. മടങ്ങാൻ തയ്യാറെടുത്ത് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. മഹാരാഷ്ട്രയിൽ NCPകൾ ലയിക്കുമോ? ലയിപ്പിക്കാൻ ശ്രമവുമായി BJP. 2 കേന്ദ്ര ക്യാബിനറ്റ് പദവികൾ വാഗ്ദാനം. വിഖ്യാത ക്രിക്കറ്റർ ഗാരി സോബേഴ്സിന് വിട. ബാറ്റിംഗിലും ബൗളിംഗിലും ഫീൽഡിംഗിലും ഒരുപോലെ വിസ്മയം തീർത്ത ക്രിക്കറ്റ് ഇതിഹാസം. 6 പന്തിൽ 6 സിക്സർ അടിച്ച ആദ്യ ബാറ്റർ. അന്ത്യം 90ാം പിറന്നാളിന് 10 ദിവസം മാത്രം അവശേഷിക്കും. നിരാഹാര സമരം തുടരുന്ന സോനം വാങ്ചൂക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി പോലീസ് എത്തിയത് അതിനാടകീയമായി. ജന്തർ മന്ദറിൽ സംഘർഷ സാഹചര്യം. കോൺഗ്രസിൽ KC പക്ഷത്തിന്റെ തുറന്ന പോരിനിടെ ഉമ്മൻചാണ്ടി അനുസ്മരണം
കോട്ടയത്ത് നടക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനെ ഒഴിവാക്കിയ അനുസ്മരണം. ചാനൽ ചർച്ചകളിൽ മുഖ്യമന്ത്രിക്കെതിരെ തുറന്ന വിമർശനവുമായി KC പക്ഷം. വിവാദങ്ങൾക്കിടെ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗം ഇന്ന് കോഴിക്കോട്ട്. PM ശ്രീയും പേഴ്സണൽ സ്റ്റാഫ് നിയമനവും ചർച്ച ചെയ്യാൻ നേതൃത്വം. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. വയനാട് കള്ളാടിയിലേത് വരുത്തിവെച്ച ദുരന്തം. തുരങ്കപാത നിർമ്മാണത്തിലെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 വാർത്ത ശരിവെച്ച് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. ദുരന്താഘാത പഠനം നടത്താൻ മുൻ സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റിയെ അനുവദിച്ചില്ല. കൊങ്കൺ റെയിൽവേയുടെ ഫയലുകൾ മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് മടക്കിയത് നിയമവിരുദ്ധം. ന്യൂസ് 18 കണ്ടെത്തലുകൾ സ്ഥിരീകരിച്ച് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ നടപടികൾ കടുപ്പിക്കാൻ അന്വേഷണ സംഘം. രാംശങ്കർ യാദവിനെയും മനീഷ് യാദവിനെയും വിശദമായി ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ നീക്കം. അങ്ങനെ പശ്ചിമേഷ്യൻ യുദ്ധം ഏറ്റവും ഒടുവിൽ ഇറാന്റെ വലിയ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുകയാണ്. 2-3 ദിവസം മാത്രം തരും. യുദ്ധം നിർത്തിയില്ലെങ്കിൽ സകലതും നശിപ്പിക്കും. അമേരിക്കയ്ക്ക് വലിയ മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുണ്ടാവുകയാണ്. ഹോർമുസിൽ തായ്ക്കപ്പൽ ആക്രമിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ഇറാൻ സംപ്രേഷണം ചെയ്തു, പുറത്തുവിടുന്നു. ജനവാസ മേഖലകളിലേക്കും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളിലേക്കും അമേരിക്ക ആക്രമണം തുടങ്ങിയതോടെയാണ് ഇറാന്റെ ഈ അന്ത്യശാസനം ഉണ്ടായിരിക്കുന്നത്. സമ്പൂർണ്ണ നശീകരണ ശൈലിയിലേക്ക് തങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ഷമിക്കണം, ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു. യുദ്ധം 2 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ്. പിന്നെ ചർച്ചകളും നിയന്ത്രണ തിരിച്ചടിയും ഉണ്ടാവില്ല. അമേരിക്ക ഇറാനിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതായത് ഗൾഫ് മേഖലകളിൽ ഒപ്പം ഇറാന്റെ ചുറ്റും അമേരിക്കയുടെ വിവിധ താവളങ്ങളുണ്ട്. അവിടെ ഒരു അതിർത്തികളും തങ്ങൾക്ക് തടസ്സമാകില്ല എന്നും IRGC വ്യക്തമാക്കുകയാണ്. ഹോർമുസിൽ നേരത്തെ പറഞ്ഞതുപോലെ പല ദൃശ്യങ്ങൾ, പല ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. US ഇറാന്റെ ഊർജ്ജ വൈദ്യുത മേഖലകളെ ആക്രമിച്ചാൽ എണ്ണക്കപ്പൽ പാതകൾ തടയാൻ ഹൂതി വിമതർക്ക് ഇറാൻ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. അജയ് സുധാബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരാൻ. അജയ്, കാര്യങ്ങളൊട്ടും പന്തിയല്ല. ഇറാൻ വലിയ വെല്ലുവിളിയുമായി മുന്നോട്ട് വരികയാണ്. അതവർ നടപ്പിലാക്കുകയും ചെയ്യും. കാരണം ഹോർമുസിലെ ആക്രമണം നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീണ്ടും കടുപ്പിക്കുകയാണ് ഇറാൻ. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജിതബ ഖമനയുടെ മുതിർന്ന ഉപദേഷ്ടാവായിട്ടുള്ള മൊഹസൻ റസായിയാണ് ഇപ്പോൾ പുതിയ ഒരു ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇറാനിലുള്ള ആക്രമണം 2-3 ദിവസത്തിനകം അമേരിക്ക അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടിയായിരിക്കും തങ്ങൾ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഇറാൻ സമ്പൂർണ്ണ നാശം വിതയ്ക്കുമെന്ന് തന്നെ മൊഹസൻ റസായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ അതിർത്തിക്കും അമേരിക്ക രക്ഷിക്കാനാകില്ല. മേഖലയിലുടനീളം ഇറാൻ ആക്രമണം നടത്തും. ഒരു പൂർണ്ണ തോതിലേക്കുള്ള ആക്രമണത്തിലേക്കായിരിക്കും ഇറാൻ കടക്കാൻ പോവുക. ഇപ്പോഴുള്ളതുപോലെ ചെറിയ പ്രതികാര നടപടികൾ മാത്രമാകില്ല ഉണ്ടാകാൻ പോകുന്നത്. മേഖലയിലുടനീളം വലിയ തോതിലുള്ള ആക്രമണം പ്രതീക്ഷിക്കാമെന്നും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഒരു ഇറാനിയൻ മാധ്യമം സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലാണ് ഈ മൊഹസൻ റസായിയുടെ ഭീഷണി എന്ന് പറയുന്നത്. അതും പരമോന്നത നേതാവിന്റെ ഏറ്റവും മുതിർന്ന ഉപദേഷ്ടാവ് തന്നെയാണ് നേരിട്ട് ഇത്തരമൊരു ഭീഷണിയിലേക്ക് കടന്നിരിക്കുന്നത്. അതും കാര്യങ്ങളുടെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. ഇപ്പോൾ അമേരിക്ക തുടർച്ചയായിട്ടുള്ള 7ാം ദിവസവും ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. അതിന് പിന്നാലെ ഗൾഫ് നാടുകളിലേക്കാണ് ഇറാൻ തങ്ങളുടെ തിരിച്ചടി കടുപ്പിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ പരമോന്നത നേതാവിൻ്റെ മുതിർന്ന ഉപദേഷ്ടാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി കൂടി രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ കടുത്ത ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ആക്രമണം കാരണം ബാധിക്കപ്പെട്ടത് ജോർദാൻ, ബഹ്റൈൻ, അതുപോലെ കുവൈറ്റ് എന്നീ രാജ്യങ്ങളാണ്. ജോർദാൻ ഇന്ന് രാവിലെ മാത്രം 10 ഇറാനിയൻ മിസൈലുകൾ തടഞ്ഞു എന്നാണ് അവരുടെ വാർത്താമാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കുവൈറ്റിൽ ഒരു സൈനികന് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുണ്ട്. ഇറാൻ പുറത്തുവിട്ട ചില കണക്കുകൾ പ്രകാരം ജോർദാനിലുള്ള ഒരു US-ന്റെ ഒരു വിമാനം, ഒരു ഫൈറ്റർ ജെറ്റ് തകർത്തു. അതുപോലെ തന്നെ
കുവൈറ്റിലുള്ള ക്യാമ്പ് ഉദൈരിയിലുള്ള ഒരു വെടിമരുന്ന് സംഭരണശാല തകർത്തു. അതുപോലെ അലി അൽ സലീം എയർബേസിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം വരുത്തി. അതുപോലെ ഒരു പാലം തകർത്തതായിട്ടും IRGC അവകാശപ്പെടുന്നു. പിന്നെ അലി അൽ റസാഖ് എയർബേസിലെ ഒരു സൈനിക എണ്ണ ടാങ്കർ തകർത്തതായിട്ടും IRGCയുടെ പ്രസ്താവനയുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ 2 എണ്ണ ടാങ്കറുകൾ ഇറാനിയൻ മൈനുകൾ തട്ടി തകർന്നതായിട്ടും IRGCയുടെ ഒരു വാർത്താക്കുറിപ്പുണ്ട്. പക്ഷേ US ഇത് നിഷേധിക്കുകയാണ്. ഇത്തരമൊരു ആക്രമണം നടന്നിട്ടില്ല എന്നാണ് US-ന്റെ ഒരു വാദം. തീർച്ചയായും മറ്റൊരു കാര്യം അജയ്, ഈ സിറിയയിലെ തൻഫ് US വിമാനത്താവളത്തിലും ജോർദാനിലെ US താവളത്തിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി എന്നാണ് ഉള്ളതാണ്. യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് സിറിയയിൽ, അതായത് മറ്റൊരു രാജ്യത്തിലേക്ക്, ഈ സിറിയ പോലെ ഒരു രാജ്യത്തേക്ക് ഇറാന്റെ ആക്രമണം. യുദ്ധം വ്യാപിപ്പിക്കുന്നു ഇറാൻ എന്നുള്ളതിന്റെ ലക്ഷണം കൂടിയാണിത്. ഈ US സൈനികൻ കൊല്ലപ്പെട്ടതായൊക്കെ ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ US സേന അത് പൂർണ്ണമായും നിഷേധിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാന്റെ മിസൈലുകൾ വെടിവെച്ചിട്ടതായി ജോർദാൻ പറയുന്നുണ്ട്. സിറിയയിലെ ഈ ടൻഫിലുള്ള US-ന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററിന് നേരെയാണ് ആക്രമണം എന്ന് പറയുന്നത്. ഇറാനൊപ്പം മാധ്യമങ്ങളിക്കാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒട്ടേറെ US വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, റീഫ്യൂവലിംഗ്, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർത്തുവെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ അവകാശവാദം. ഒട്ടേറെ എണ്ണത്തിന് ഗുരുതരമായ കേടുപാടുകൾ വരുത്തിയെന്നുമൊക്കെ ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും സ്ഥിരീകരണമില്ല. ഗുരുതരമായ കേടുപാടുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ജോർദാനോ US സൈന്യമോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഒപ്പം സ്വതന്ത്ര വാർത്താ ഏജൻസികൾക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല. പക്ഷേ ചില തരത്തിലുള്ള ചില സ്ഥിരീകരണങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അജയ്, ഇതിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബേസുകൾ പല സ്ഥലങ്ങളിലുണ്ട്. അവിടെയൊക്കെ കടന്ന് ആക്രമിക്കുകയാണ്. ഒരുപക്ഷെ അവിടെ ഉള്ള കൂടുതൽ ആക്രമണങ്ങൾ ആ മേഖലകളിലേക്ക് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയായിരിക്കാം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ നിരവധി വിമാനങ്ങൾ തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. രഞ്ജിത്ത്, സിറിയയിലേക്ക് മാത്രമല്ല ഇറാഖിലേക്കും നിലവിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാഖ് ഇറാന്റെ ഒരു സഖ്യകക്ഷിയാണ്. പക്ഷേ നിലവിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇറാഖിലെ കുർദിഷ് പ്രവിശ്യയിലേക്കാണ്. ഈ കുർദിഷ് സേന എന്ന് പറയുന്നത് ഇറാനിലേക്ക് ഇതിനു മുൻപേ തന്നെ, ഈ സംഘർഷങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വടക്കൻ ഇറാനിൽ നിരവധി വിമത പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇവർക്ക് US-ന്റെയും ഇസ്രായേലിന്റെയും ഫണ്ടിംഗ് ഉണ്ടെന്ന് ഇറാൻ നിരവധി തവണ ആരോപിച്ച കാര്യമായിരുന്നു. ഈ ആക്രമണം തുടങ്ങി ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറാഖിലെ ഈ കുർദിഷ് പ്രവിശ്യയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പിന്നെ സിറിയയിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തൻഫ് എന്ന് പറയുന്ന ഒരു US സൈനിക കേന്ദ്രത്തിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലേക്ക് ഇവിടെ നിന്ന് നടന്ന ആക്രമണത്തിന് ബദലായിട്ടാണ് ഈ ആക്രമണം എന്നാണ് അവർ നൽകിയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുള്ളത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതമാണ്. ഇപ്പോൾ മൂന്നാഴ്ചയുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറവ് കപ്പലുകൾ കടന്നുപോയത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെയാണെന്ന് നമുക്ക് കാണാനാകും. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സുരക്ഷിതമായി ഹോർമുസ് കടന്നു എന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് വെറും 6 കപ്പലുകളാണ്. ഇതിലൊരു കണക്ക് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു കപ്പലൊഴിച്ച് ബാക്കി എല്ലാ കപ്പലുകളും ഇറാൻ നിർദ്ദേശിച്ചിട്ടുള്ള പാതയിലൂടെ കടന്നുപോയിട്ടുള്ളതാണ് എന്നതും ശ്രദ്ധേയമാണ്. ഒരു കപ്പൽ മാത്രമാണ് ഒമാനി തീരത്തുകൂടി ഇറാൻ നിർദ്ദേശം പാലിക്കാതെ സുരക്ഷിതമായി ഹോർമുസ് കടന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 15 കപ്പലുകളുടെ എങ്കിലും ശരാശരി കുറവ് ഇപ്പോഴുള്ള യാത്രയിൽ വന്നിട്ടുണ്ട്. ഇതിന് തൊട്ടു മുൻപേയുള്ള ദിവസത്തിൽ നിന്ന് വലിയൊരു ഇടിവാണ് ഈ ദിവസത്തിലെത്തിയപ്പോൾ ഹോർമുസിലൂടെയുള്ള ഗതാഗതത്തിൽ വന്നിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും മേഖലയിലെ സാഹചര്യം എത്രമാത്രം സങ്കീർണമാണ് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. തീർച്ചയായും അജയ്, മറ്റൊരു കാര്യം, തുടർച്ചയായ 7ാം ദിവസവും ഇറാനെ ആക്രമിക്കുന്നതിൽ അമേരിക്ക പിന്നോട്ട് പോകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ സൈനിക കേന്ദ്രങ്ങളും ഇന്ധനം നിറയ്ക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. UN-ന്റെ മുന്നറിയിപ്പ് വലിയ തോതിൽ അമേരിക്കയ്ക്കെതിരെ ഉണ്ട്, ഇത്തരം ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുന്നതിനെതിരെ. പക്ഷേ ഇപ്പോൾ പാലങ്ങൾ അടക്കം തകർത്തുകൊണ്ട് 8ഓളം പാലങ്ങൾ ഇതിനകം തകർത്തു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. തെക്കൻ ഭാഗങ്ങളിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. തെക്കൻ ഇറാനിലെ ബന്ദർ ഖമീർ തുറമുഖത്ത് മാത്രം 5 പാലങ്ങൾ US സേന ബോംബിട്ട് തകർത്തു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും ഇറാൻ ഷെൽ പ്രവിശ്യയിലെ വിമാനത്താവളങ്ങളിലും ആക്രമണമുണ്ടായി എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. 8 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടത്. നേരത്തെ ബന്ദർ അബ്ബാസ് അടക്കമുള്ള നഗരങ്ങളിലാണെങ്കിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആക്രമണം അമേരിക്ക വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലവും പ്രധാനമാണ്. നമ്മൾ ഈ പുറത്തു വരുന്ന കണക്കുകൾ വളരെ കൃത്യമാണല്ലോ അജയ്. ഇറാനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ 7 ദിവസം ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ചില്ലറ നാശനഷ്ടമായിരിക്കും
ആയിരിക്കില്ല ഇറാന് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും വെല്ലുവിളിക്കാനുള്ള ഒരു ആർജവം അവർ കാണിക്കുന്നു എന്നത് പ്രധാനമാണല്ലോ. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ആക്രമിക്കാം, കാരണം ഇറാന് ചുറ്റും അമേരിക്കയുടെ ബേസുകളുണ്ട്, അവർക്ക് സംവിധാനങ്ങളുണ്ട്, അവർക്കുള്ള മിസൈലുകളും അത്യാധുനിക ഉപകരണങ്ങളും ഉണ്ട്. വേണമെങ്കിൽ ഇറാനെ തീർക്കാം. പക്ഷേ ഇത്രയും മാസങ്ങളോളം പ്രയത്നിച്ചിട്ടും അവർക്ക് സാധിക്കുന്നില്ല എന്നതുകൂടിയുണ്ട്. ഇത്രയധികം ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാനിൽ കാര്യവണ്ണം എടുത്ത് പറയത്തക്കവണ്ണമുള്ള ഒരു സൈനിക ശേഷി അവർക്ക് ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. വളരെ വ്യാപകമായിട്ട് തന്നെ ഇപ്പോൾ കുവൈറ്റ് ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും മറ്റ് സമീപ രാഷ്ട്രങ്ങളായിട്ടുള്ള ഇറാഖിലും പിന്നെ സിറിയയിലും നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഇത്ര വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇറാന് പ്രത്യാക്രമണം നടത്താൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട്. എന്നാൽ US ഇപ്പോൾ ഇത്രയധികം ഗൾഫ് നാടുകളിലേക്ക് ഇറാൻ നാശം വിതച്ചിട്ടും ആ ഭീഷണികളൊന്നും വകവയ്ക്കാതെ 7ാം ദിവസവും US കനത്ത ആക്രമണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UN ഇതിൽ വലിയ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. UN-ന്റെ ചീഫായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് ഇത് നിലവിലെ ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നാണ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഇറാനിലും അതുപോലെ ഗൾഫ് നാടുകളിലും നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ മൊത്തം മരണസംഖ്യ ഇപ്പോൾ 40 കടന്നിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ പുറത്തുവിട്ടിട്ടുള്ള വാർത്താക്കുറിപ്പിൽ 38 ആയിരുന്നു മരണസംഖ്യ. ഇന്ന് മാത്രം 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 8 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാന്റെ ഒരു വാച്ച് ടവറും അമേരിക്ക നിലവിൽ വെടിവെച്ച് തകർത്തു എന്നുള്ള റിപ്പോർട്ടുണ്ട്. ബുഷഹർ ആണവ നിലയത്തിലും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ ഒരു സാറ്റലൈറ്റ് ദൃശ്യം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ US ആക്രമണത്തിലാണ് ഇറാനിലെ ജനവാസ മേഖലകളിൽ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ ആക്രമണത്തിൽ തകർന്നു. നിരവധി പാലങ്ങളും തകർന്നിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇറാനിയൻ മാധ്യമങ്ങൾ വഴി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒരു പാലം, അതായത് ബന്ദറി ഖാമിർ എന്ന് പറയുന്ന ഒരു പാലം തകർത്ത US-ന്റെ കനത്ത ആക്രമണത്തിലാണ് 8 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമടക്കം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് US-ന്റെ നിലവിലെ ആക്രമണം. ജനങ്ങളോട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും വീടുകൾക്കുള്ളിൽ തന്നെ തുടരണം എന്നുമാണ് ഇറാൻ പുതുതായി നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുപോലെ തന്നെ ഊർജ്ജ പ്രതിസന്ധി ഉള്ളതിനാൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും ഇറാനിയൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കാര്യങ്ങൾ ഒട്ടും ആശാവഹമല്ല. ഇതിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ വലിയ വ്യോമാക്രമണം ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ ബഹ്റൈനിലേക്കാളും ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ഒരു രാജ്യം കുവൈറ്റ് ആയിരിക്കാം. അത് മാത്രമല്ല, സൈനികർക്ക് അടക്കം പരിക്കേറ്റു എന്ന് കുവൈറ്റ് അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുവൈറ്റ് കരസേനാ വിഭാഗത്തിലെ സൈനികരെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഖാലിദ് ധരാജ് സാദ് അൽ ഷുറയാൻ സന്ദർശിച്ചു. ഡെപ്യൂട്ടി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് മേജർ ജനറൽ പൈലറ്റ് സബാഹ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കുവൈറ്റ് സൈന്യത്തിന് കീഴിലുള്ള ക്യാമ്പുകൾക്കും വിവിധ സൈനിക താവളങ്ങൾക്കും നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് സൈനികർക്ക് പരിക്കേറ്റത്. ആശുപത്രിയിലെത്തിയ സൈനിക തലവന്മാർ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയും അവർക്ക് ലഭ്യമാക്കാവുന്ന അടിയന്തര ചികിത്സാ സൗകര്യങ്ങളും നേരിട്ട് വിലയിരുത്തി. സൈനികരുടെ ആരോഗ്യനില സംബന്ധിച്ച് ചികിത്സിക്കുന്ന മെഡിക്കൽ സംഘം ഉന്നത ഉദ്യോഗസ്ഥർക്ക് വിശദീകരണവും നൽകുന്ന പശ്ചാത്തലമുണ്ടായി. ഏറ്റവും മികച്ച പരിചരണവും ചികിത്സയും ഉറപ്പാക്കുമെന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചു. നമുക്കറിയാം, ഇന്ത്യയുടെ ഇറാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു തുറമുഖമാണ് ഇറാനിലെ ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ചബഹാറിന് നാശനഷ്ടമുണ്ടായി US-ന്റെ വ്യോമാക്രമണത്തിൽ എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും ഇന്ത്യ നിഷേധിക്കുകയാണ്. അത്തരമൊരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല. ആക്രമണത്തിൽ തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ തകർന്നുവെന്ന റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയം തള്ളി. ചബഹാർ തുറമുഖത്തെ US-ന്റെ നിരീക്ഷണ ടവർ തകർന്നുവെന്നായിരുന്നു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. തുറമുഖത്തേക്ക് വരുന്ന വാണിജ്യ കപ്പലുകളെ നിരീക്ഷിക്കുന്ന ടവറാണിത്. തുറമുഖത്ത് ഇറാന്റെ സൈന്യമായ IRGC-യുടെ സാന്നിധ്യവുമുണ്ട്. നമുക്കറിയാം, ഇറാനുമായി സൗഹൃദത്തിൽ പോകുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ഓയിൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ചില കരാറുകളുണ്ട്, മറ്റു ചില വ്യാപാര ബന്ധങ്ങളുണ്ട്. US-ന്റെ ആക്രമണം പാലങ്ങളും സൈനിക താവളങ്ങളും ഉൾപ്പെടെ ഉന്നം എന്നുള്ളതുകൊണ്ടാണ് ചബഹാറിന് നാശനഷ്ടം സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട്
തുറമുഖത്തിന് ബാധകമാക്കിയ ഉപരോധമുണ്ട് അമേരിക്ക. അതിന് ഇളവ് വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും ട്രംപ് ഭരണകൂടം പ്രതികരിച്ചിട്ടില്ല. US തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാനിലൂടെ കടക്കാതെ ഇന്ത്യക്കുള്ള മറ്റൊരു മാർഗമാണ് ഇറാനിൽ നിന്ന് പല കാര്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ പല കാര്യങ്ങളും എത്തിക്കാൻ. ഇറാന്, അർമേനിയ, അസർബൈജാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, റഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് ചരക്ക് നീക്കം നടത്താനുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരു കവാടം കൂടിയാണ് ചബഹാർ. അത് ഇറാനുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ്. റഷ്യയിൽ നിന്ന് മധ്യേഷ്യ വഴി ഇറാനിലേക്ക് നീളുന്ന ഏതാണ്ട് 7000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ഗതാഗത ഇടനാഴിയിലേക്കുള്ള ലിങ്ക് കൂടിയാണ് ചബഹാർ. അതുതന്നെയാണ് ചബഹാർ തുറമുഖത്തിന് ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാകുന്നത്. ഏതായാലും നമുക്കറിയാം, പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ചില ഇടനാഴി വികസനങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള ഇന്ത്യയുടെ ഗദ്വാർ തുറമുഖത്തിൽ ഉള്ള ഇന്ത്യയുടെ മറുപടി കൂടിയാണ് ചബഹാർ തുറമുഖവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനവും. മറ്റു വാർത്തയിലേക്ക്. മെക്സിക്കോയിലെ ചിയാപ്പാസിൽ അതിശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിൽ 7.4 തീവ്രത രേഖപ്പെടുത്തി. തുടർന്ന് മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. മെക്സിക്കോയ്ക്ക് പുറമെ അയൽ രാജ്യങ്ങളായ എൽ സാൽവദോർ, ഗ്വാട്ടിമാല എന്നിവിടങ്ങളിലും ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു. ജനങ്ങളെ അത് വല്ലാതെ പരിഭ്രാന്തിയിലാക്കി. ഗ്വാട്ടിമാല സിറ്റിയിൽ ഉൾപ്പെടെ പ്രകമ്പനം അനുഭവപ്പെട്ട മേഖലകളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം മെക്സിക്കൻ നഗരമായ പ്യൂർട്ടോ മെഡറോയ്ക്ക് സമീപം ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. അതുമാത്രമല്ല, ഇവിടെ ആഘാതം വളരെ കൂടുതലായിരുന്നു. ഈ പ്രഭവ കേന്ദ്രത്തിനൊക്കെ ആഴം കുറഞ്ഞതിനാൽ കെട്ടിടങ്ങൾ ശക്തമായി കുലുങ്ങുന്നതും ഷെൽഫുകളിൽ നിന്നും ചുവരുകളിൽ നിന്നുമൊക്കെ സാധനങ്ങൾ താഴെ വീഴുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ പ്രചരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ വലിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ വലിയ നഷ്ടം ഇനിയും ഭൂചലനം ഉണ്ടായാൽ സംഭവിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. റഷ്യയുടെ ഏറ്റവും പുതിയ യുദ്ധ ടാങ്കറാണ്, നമുക്കറിയാം, ടാങ്കാണ് T-90MS. T-90MS എന്ന് പറയുമ്പോൾ റഷ്യയുടെ ഏറ്റവും അത്യന്താധുനികമായ സംവിധാനമാണ്. ഇതിൻ്റെ കയറ്റുമതി പതിപ്പ് ഇന്ത്യയിൽ പ്രാദേശികമായി നിർമ്മിക്കാമെന്നാണ് ഇപ്പോൾ റഷ്യയുടെ വാഗ്ദാനം വന്നിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ സഹകരണത്തിൻ്റെ അടുത്ത ഘട്ടമെന്ന നിലയിലാണ് മോസ്കോ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എന്നത് പ്രധാനമാണ്. ആയുധ കയറ്റുമതി സ്ഥാപനമായ റോസോബൊറോൺ എക്സ്പോർട്സ് ആണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക കിറ്റുകൾ ഉപയോഗിച്ച് തുടക്കത്തിൽ ഇന്ത്യയിൽ ഈ ടാങ്കുകൾ കൂട്ടിയോജിപ്പിക്കുകയും പിന്നീട് ഘട്ടം ഘട്ടമായി ഇന്ത്യയിൽ തന്നെ ഭാഗങ്ങൾ നിർമ്മിക്കുന്ന രീതിയിലുള്ള സാങ്കേതിക കൈമാറ്റവുമാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യൻ സാങ്കേതിക വിദ്യകൾ T-90MS നിർമ്മാണത്തിന് ആവശ്യമായ ചിലവും സമയവും ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് റഷ്യൻ പ്രതിനിധി വ്യക്തമാക്കുന്നത്. അത്യാധുനിക ഡിജിറ്റൽ ഫയർ കൺട്രോൾ സംവിധാനവും ഡ്രോണുകൾക്കെതിരെയുള്ള ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, മെച്ചപ്പെടുത്തിയ പീരങ്കി ഷെല്ലുകൾ, ഗൈഡഡ് മിസൈലുകൾ എന്നിവ T-90MSന്റെ പ്രത്യേകതകളാണ്. അതുമാത്രമല്ല, നാറ്റോ രാജ്യങ്ങളുടെ ടാങ്കുകളെക്കാൾ മികവുറ്റതാണ് ഇത് എന്നും റഷ്യ അവകാശപ്പെടുന്നുണ്ട്. റഷ്യയുമായുള്ള പുതിയ സാങ്കേതിക പ്രതിരോധ സഹകരണത്തിൻ്റെ പുതിയൊരു തലമായി ഇതിനെ കാണുന്നവരുമുണ്ട്. ലേബർ പാർട്ടിക്കുള്ളിലെ പിന്തുണ നഷ്ടപ്പെട്ട് നേതൃപദവി ഒഴിയുന്ന കിയാർ സ്റ്റാർമറുടെ പിൻഗാമിയായി ആൻഡി ബെനം ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലേബർ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ ബ്രിട്ടനിലെ അടുത്ത പ്രധാനമന്ത്രിയാകുന്ന ബെനം തിങ്കളാഴ്ച അധികാരമേൽക്കും. ലണ്ടനിൽ ഇന്നലെ നടന്ന പ്രത്യേക സമ്മേളനത്തിൽ ലേബർ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അധ്യക്ഷ ഷബാന മഹമ്മൂദാണ് പാർട്ടിയുടെ പുതിയ നേതാവായി ബെനമിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തത്. ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. മേക്കർ ഫീൽഡിൽ നിന്നുള്ള MP ആയ അദ്ദേഹം ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൻ്റെ മുൻ മേയർ കൂടിയാണ്. തിങ്കളാഴ്ച ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി ചാൾസ് രാജാവിനെ കണ്ട് കിയാർ സ്റ്റാർമർ പ്രധാനമന്ത്രി പദത്തിൽ നിന്നുള്ള രാജി സമർപ്പിക്കും. തുടർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ബേണമിനെ രാജാവ് ക്ഷണിക്കും. അതോടെ അധികാര കൈമാറ്റം തുടക്കമാകും. ഡൗണിംഗ് സ്ട്രീറ്റിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ 10ാം നമ്പർ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ തിങ്കളാഴ്ച രാവിലെ ബേണമിൻ്റെ പ്രസംഗമുണ്ടാകും. തുടർന്ന് ഉച്ചകഴിഞ്ഞ് മന്ത്രിസഭാ പ്രഖ്യാപനം ആണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്ത ഗ്രൂമിംഗ് ഗ്യാങ്ങിനെ കുറിച്ച് ബ്രിട്ടനിലെ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ട്. ഈ ഗ്യാങ്ങിൻ്റെ തലവൻ റോച്ച്ഡേൽ ഗ്രൂമിംഗ് ഗ്യാങ് തലവൻ്റെ നാടുകടത്തൽ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ പാകിസ്ഥാൻ വംശജനാണ്. ഇയാളെ സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെങ്കിൽ പാകിസ്ഥാനുള്ള വിദേശ സഹായം ഉടനടി നിർത്തലാക്കുകയും പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് വിസ നിരോധനം ഏർപ്പെടുത്തുകയും വേണമെന്നാവശ്യപ്പെട്ട് റിഫോം UKയും
കൺസർവേറ്റീവ് പാർട്ടിയും രംഗത്ത് വന്നിരിക്കുകയാണ്. 22 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ ഷബീർ അഹമ്മദ് എന്ന കൊടും കുറ്റവാളിക്ക് ലഭിച്ചത്. ഇയാൾ നൂറുകണക്കിന് പെൺകുട്ടികളെ ഇത്തരത്തിൽ പല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ ഗ്യാങ്ങിൽപ്പെട്ടവർ എന്നാണ് ബ്രിട്ടന് വിവരം കിട്ടിയിരിക്കുന്നത്. കൊടും കുറ്റവാളിയെ ജന്മനാടായ പാകിസ്ഥാനിലേക്ക് നാട് കടത്താനാണ് ബ്രിട്ടൻ ശ്രമിക്കുന്നത്. ഇയാളെ സ്വീകരിക്കാൻ പക്ഷേ പാകിസ്ഥാൻ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇയാൾ കുറ്റവാളിയാകാനുള്ള കാരണങ്ങൾ ബ്രിട്ടനിലാണ് ഉള്ളത്. കാരണം ബ്രിട്ടനിലാണ് ഇയാൾ വളർന്നതും പ്രായപൂർത്തിയായതും ഇത്രയും നാൾ ജീവിച്ചതും എന്നൊക്കെയാണ് പാകിസ്ഥാന്റെ വാദം. അഹമ്മദിനെ പാകിസ്ഥാനിലേക്ക് നാട് കടത്താനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും പാകിസ്ഥാനുമായി 3 വർഷത്തേക്ക് 153 ബില്യൺ പൗണ്ടിന്റെ ഒരു വിദേശ സഹായ പാക്കേജ് കൂടി ബ്രിട്ടൻ ഒപ്പിട്ടിട്ടുണ്ട്. ഇത് ബലാത്സംഗ കുറ്റവാളി അഹമ്മദിനെ തിരികെ സ്വീകരിക്കാത്ത പക്ഷം ഈ സഹായധനം നൽകരുത് എന്നാണ് റിഫോം UK ഉപനേതാവ് റിച്ചാർഡ് ടെക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുന്നത്. ലേബർ പാർട്ടി ബ്രിട്ടീഷ് പൗരന്മാരെ ഗൗനിക്കുന്നില്ല എന്നതിന് തെളിവാണ് പാകിസ്ഥാന് തുടർന്നും സഹായം നൽകാനുള്ള പദ്ധതി എന്ന് മറ്റുമാണ് വിമർശനം. ഏതായാലും പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് പോലും ഇതുമായി ബന്ധപ്പെട്ട് നിർത്തിവെക്കണം എന്ന ആവശ്യവും ബ്രിട്ടനിൽ വ്യാപകമായി ഉയരുന്നുണ്ട്. ഇയാളെ പാകിസ്ഥാൻ സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് രാജ്യം കടക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. മറ്റു വാർത്ത, കുടിയേറ്റക്കാരായ ട്രക്ക് ഡ്രൈവർമാർ റോഡുകളിൽ നിരവധി ആളുകളെ കൊന്നൊടുക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. അവർക്ക് റോഡ് ചിഹ്നങ്ങൾ വായിക്കാൻ അറിയില്ല എന്നും പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ് എന്നും മറ്റുമാണ് ഇപ്പോൾ ട്രംപ് വാദിക്കുന്നത്. ഇത്തരക്കാർ വലിയ ട്രക്കുകൾ ഓടിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഡ്രൈവർമാരെ ഒഴിവാക്കും. അതുമാത്രമല്ല, കുടിയേറ്റക്കാരെ ഒഴിവാക്കി വിമുക്ത ഭടന്മാരായ അമേരിക്കൻ പൗരന്മാരെ ആ സ്ഥാനത്ത് വെക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ 1.5 ലക്ഷം ഇന്ത്യക്കാർക്കാണ് ജോലി പോവുക. അതായത് 1.5 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഈ ട്രക്ക് ഡ്രൈവർമാരുടെ പണിയെടുക്കുന്നുണ്ട് US. ആ ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാരെ മാറ്റി പകരം വിമുക്ത ഭടന്മാരെ നിയമിക്കണമെന്ന വിവാദ നിർദ്ദേശമാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പെൻസിൽവാനിൽ നടന്ന സൈനിക നിക്ഷേപ സംഗമത്തിലാണ് കുടിയേറ്റക്കാരായ ഡ്രൈവർമാരെ ട്രക്ക് ഡ്രൈവിംഗ് മേഖലയിൽ നിന്ന് ഒഴിവാക്കണം എന്ന തൻ്റെ ഭരണകൂടത്തിൻ്റെ പദ്ധതി അദ്ദേഹം വെളിപ്പെടുത്തിയത്. അത് പറയുന്ന പ്രധാനപ്പെട്ട ന്യായം അവർ നിരന്തരം അപകടങ്ങൾ വരുത്തിവെക്കുന്നു എന്നും മറ്റുമാണ്. അനധികൃതമായി രാജ്യത്തെത്തിയ കുടിയേറ്റക്കാർക്ക് പലപ്പോഴും കൃത്യമായ ലൈസൻസോ രേഖകളോ ഇല്ല എന്നും ട്രംപ് വാദിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനു പകരം അഭിമാനികളായ അമേരിക്കൻ വിമുക്ത ഭടന്മാരെ ട്രക്ക് ഓടിക്കാൻ പഠിപ്പിച്ച് ആ സ്ഥാനങ്ങൾ നിയമിക്കാനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത്. ഇവർക്കൊക്കെ സൈന്യത്തിൻ്റെ ഭാരമേറിയ വാഹനങ്ങൾ ഓടിച്ച് പരിചയമുണ്ട് എന്നും കമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസിന് നേരിട്ട് അർഹതയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഈ വർഷം മാർച്ച് മാസത്തിൽ മാത്രം നിയമപരമായ രേഖകളുള്ള 2 ലക്ഷത്തോളം കുടിയേറ്റക്കാരെ ഡ്രൈവർമാർ ലൈസൻസുകൾ ഭരണകൂടം റദ്ദാക്കിയ പശ്ചാത്തലമുണ്ട്. ഈ ജോലി ചെയ്യാൻ അമേരിക്കൻ പൗരന്മാർ താല്പര്യം കാട്ടുന്നില്ല. അത് ഉയർന്ന ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ അവർക്ക് താല്പര്യമില്ല. കുടിയേറ്റക്കാരെ അതുകൊണ്ട് ഈ മേഖലയിലേക്ക് വലുതിൽ ആകർഷിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ട്രംപിൻ്റെ ഈ നിലപാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അത് ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. ബഹിരാകാശത്ത് ചരിത്രം കുറിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സ്കൈ റൂട്ട് എയ്റോസ്പേസിന്റെ വിക്രം 1 റോക്കറ്റ് വിക്ഷേപണം ഇന്ന് 11 മണിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, അഭിമാന നിമിഷമാണ് ഇന്ത്യക്ക്. ബഹിരാകാശത്ത് പുതിയ പരീക്ഷണമാണ്. വിവരങ്ങൾ. രഞ്ജിത്ത്, ബഹിരാകാശ രംഗത്ത് ഇന്ത്യ മറ്റൊരു ചരിത്ര നേട്ടത്തിനരികെ നിൽക്കുകയാണ്. ആ നേട്ടം കൈവരിക്കാനാകും എന്ന ശുഭപ്രതീക്ഷയിലാണ് രാജ്യം ഇപ്പോൾ. 46 വർഷങ്ങൾക്ക് മുൻപ് SLV-3 ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച ശേഷം പുതുയുഗത്തിന്, പുതിയ കാലത്തിനനുസരിച്ച് പുതുചരിത്രം എഴുതാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്രം 1 വിക്ഷേപണത്തിന് തയ്യാറെടുക്കുകയാണ്. ലോഞ്ച് പാഡിലേക്ക് വിക്രം 1 എത്തിച്ചു കഴിഞ്ഞു. വിക്രം സാരാഭായിയോടുള്ള ആദരസൂചകമായാണ് ഈ പേര്. മിഷൻ ആഗമൻ എന്നാണ് ഈ ഉദ്യമത്തിന് പേരിട്ടിരിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്പേസ് ടെക് സ്റ്റാർട്ടപ്പായ സ്കൈ റൂട്ട് എയ്റോസ്പേസിൻ്റെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റാണ് വിക്രം 1. ഇതിൻ്റെ വിക്ഷേപണം രാവിലെ 11:30
ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ ഇതിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കൗണ്ട് ഡൗൺ 16-ന് തന്നെ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 7 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഒരു 22 മീറ്റർ ഉയരമുള്ള ഒരു കുഞ്ഞൻ റോക്കറ്റാണ് ഇന്ന് വിക്ഷേപണത്തിന് തയ്യാറാകുന്നത്. പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്ന റോക്കറ്റാണ് വിക്രം 1. ലിഫ്റ്റ് ഓഫ് മുതൽ ഭ്രമണപഥം വരെ പല ഘട്ടങ്ങൾ, 4 ഘട്ടങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ ചെറുതും വലുതുമായി ഒരു 14 ഘട്ടങ്ങൾ തന്നെ ഇതിനുണ്ട്. വിക്ഷേപണത്തിൻ്റെ ദൈർഘ്യം 15 മിനിറ്റും 46 സെക്കൻഡുമാണ്. ഏതാണ്ട് 60 ഡിഗ്രി ചരിവിലുള്ള 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് വിക്രം 1 കുതിക്കുന്നത്. 350 കിലോഗ്രാം വരെ ഭാരമുള്ള പേലോഡുകൾ വഹിക്കാൻ ഈ റോക്കറ്റിന് ശേഷിയുണ്ട്. 6 ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ പേലോഡുകളാണ് ഇതിനായി ഉള്ളത്. പ്രാഥമിക പരിശോധനകൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ടെലിമെട്രിക് ഇന്റർഫേസ് പരിശോധനകൾ, അതോടൊപ്പം തന്നെ റഡാർ ട്രാക്കിംഗ് പരിശോധനകളടക്കം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിത്ത്, അല്പം മുമ്പ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ ഈ മിഷന് ആശംസകൾ നേർന്നിരിക്കുന്നു എന്ന ഒരു പുതിയ വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഇന്ത്യൻ ബഹിരാകാശ യാത്രയിലെ ചരിത്രപരമായ ഒരു പുതിയ നാഴികക്കല്ലാണ് ഇത് എന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ കുറിച്ചിരിക്കുന്നു. യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും ഒപ്പം ഈ സ്വകാര്യ മേഖലയിൽ ബഹിരാകാശ രംഗത്ത് പുതിയ ഉദ്യമങ്ങൾക്ക് ഒരു പ്രചോദനമാകുന്നതാകട്ടെ വിക്രം 1ൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും രാജ്യം അഭിനന്ദിക്കണം എന്നുകൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്തായാലും രാവിലെ 11:30-നാണ് ഈ വിക്ഷേപണം. 15 മിനിറ്റ് ദൈർഘ്യം കൊണ്ട് 450 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഭ്രമണപഥത്തിലേക്ക് ഇതെത്തും. ഇതിൻ്റെ പിന്നണിക്കാർ 2 പേർ അവർ ISROയുടെ തന്നെ മുൻ എഞ്ചിനീയർമാരാണ്. അവരുടെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ലിഫ്റ്റ് ഓഫ് തന്നെ വിജയമായാൽ അത് അവർക്ക് ഒരു സുപ്രധാനമായ ചരിത്രമാണ്. അത് തന്നെ ഒരു വിജയമായി അവർ കണക്കാക്കുമെന്നാണ് അവരുടെ പ്രതികരണമായി വന്നിരിക്കുന്നത്. എന്തായാലും 46 വർഷങ്ങൾക്കിപ്പുറം SLV-3 വിക്ഷേപിച്ച് 46 വർഷങ്ങൾക്കിപ്പുറം ബഹിരാകാശ രംഗത്ത് മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പിന് തയ്യാറെടുക്കുകയാണ് രാജ്യം. രാജ്യത്തെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം 11:30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ അഭിമാനമാണ്. വിക്രം സാരാഭായിയുടെയും CV രാമന്റെയും ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെയും ഇത്തിരി കുഞ്ഞൻ പ്രതിഭകളും ബഹിരാകാശത്തേക്ക് അയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഒരു ട്രേഡ് മാർക്കായി ഇത് ബഹിരാകാശത്തുണ്ടാകും. ഒരു അരിമണിയേക്കാൾ ചെറുതാണ് ഈ ശില്പങ്ങൾ. ഒപ്പം ലാബ് നിർമ്മിത ഡയമണ്ട് ആഭരണവും പിന്നെ അത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ആശംസാ കാർഡുകൾ കൂടി ഈ റോക്കറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്, നമുക്കറിയാം ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വർഷങ്ങളായി ഇന്ത്യ അഭയം നൽകിയിരിക്കുകയാണ്. ഇന്ത്യയിലെ അജ്ഞാത കേന്ദ്രത്തിൽ ബംഗ്ലാദേശിൻ്റെ ഇത്രയും കാലത്തെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഇന്ത്യ അവരെ പാർപ്പിക്കുകയാണ്. അത് നമ്മുടെ ഒരു അവകാശമായി സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവർക്കുള്ള സംരക്ഷണം നമ്മൾ ഒരുക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായി ധാക്ക ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്നാണ്. കൊലപാതക കുറ്റം അവിടെ ചുമത്തിയിട്ടുണ്ട്. അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട് ധാക്കയിലെ കോടതി ഷെയ്ഖ് ഹസീനയെ. അതുകൊണ്ട് തന്നെ അവർക്ക് സംരക്ഷണം ഒരുക്കിയ ഇന്ത്യ ചില ഡിമാൻഡുകൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറുന്ന വിവരം പരിഗണനയിലാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ മടങ്ങാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എന്നത് പ്രധാനമാണ്. കാരണം ഈ വർഷം അവസാനത്തോടെ താൻ തിരികെ ബംഗ്ലാദേശിലേക്ക് പോവുകയും അവിടെ വിചാരണ നേരിടാൻ തയ്യാറാണ് എന്നറിയിക്കുകയും ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഇന്ത്യ ഇപ്പോൾ ഈ ആവശ്യത്തെ അനുഭാവപൂർണ്ണം പരിഗണിക്കുന്നു എന്നുള്ളതാണ്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, റോയിട്ടേഴ്സിനടക്കം നൽകിയ അഭിമുഖത്തിൽ ഏറ്റവും ഒടുവിൽ ഹസീന പറഞ്ഞത് താൻ മടങ്ങാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. പക്ഷേ മടങ്ങുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ അതിനോട് ചേർത്ത് ചില ഡിമാൻഡുകൾ കൂടി മുന്നോട്ട് വെക്കുമായിരിക്കും. രഞ്ജിത്ത്, 2024 ആയിരുന്നു ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടത്. ഭരണകൂടത്തിന്റെ അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കും എതിരെ പുറപ്പെട്ടിരുന്ന യുവാക്കളുടെ പ്രതിഷേധത്തെ ജനങ്ങൾ ഏറ്റെടുത്തതോടുകൂടിയായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. ഇത് ജൻസി പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രതിഷേധമായിരുന്നുവെന്നും അതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു എന്നും ുള്ളതാണ് ഷെയ്ഖ് ഹസീനയുടെ വാദം. എന്തായാലും 2024 ആ ജൻസി പ്രക്ഷോഭത്തിന് ശേഷം ഇപ്പോഴും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ എവിടെയാണ് എന്ന കാര്യം ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഷെയ്ഖ് ഹസീനയുടെ അഭിമുഖം ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ആ അഭിമുഖത്തിൽ പറഞ്ഞത് താൻ തന്റെ ജന്മനാട്ടിലേക്ക് തിരികെ പോകുമെന്നും അവിടെ അധികാരത്തിൽ തിരികെ എത്തും എന്നും ഉള്ളതായിരുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഷെയ്ഖ് ഹസീന പുലർത്തിയിരുന്നു. എന്നാൽ ഇതിനു മുമ്പ്, അതായത് 2024 ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നതിന്
സംഭവത്തിന് ശേഷം വലിയ വിചാരണ നടപടികൾ ബംഗ്ലാദേശിൽ നടന്നു. അത് ഷെയ്ഖ് ഹസീനയുടെ അഭാവത്തിലായിരുന്നു എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അവാമി ലീഗിന്റെ പ്രവർത്തകർക്കൊന്നും തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 2025 നവംബറിൽ ആയിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്. അതായത് ഈ ജൻസി പ്രക്ഷോഭത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുവെന്നും കൂട്ടക്കൊല നടത്തി എന്നുമാണ് പ്രോസിക്യൂഷൻ അവിടെ വാദം ഉന്നയിച്ചത്. ഓർക്കേണ്ടത് ഈ സമയത്ത് അധികാരത്തിലിരുന്നത് ഇടക്കാല സർക്കാരാണ്. അതാകട്ടെ നൊബേൽ പുരസ്കാര ജേതാവ് ആയിട്ടുള്ള മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. എന്നാൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പലതവണ ഇന്ത്യയോട് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും ഇന്ത്യ അതിന് ഒരുക്കമായിരുന്നില്ല. പിന്നീട് ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കിയപ്പോൾ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെ സ്വാഭാവികമായും ഇന്ത്യ സ്വാഗതം ചെയ്തു. കാരണം അവിടെ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ പുതിയ സർക്കാർ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ വാദം എന്നത് അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ പുറത്തിറങ്ങാൻ സാധിച്ചില്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ സാധിച്ചില്ല. അങ്ങനെ ഒരുതരം ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് നടന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കോടതിയിൽ അടക്കം ഷെയ്ഖ് ഹസീന പങ്കുവച്ചത് KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഷെയ്ഖ് ഹസീനയെ കൈമാറാനുള്ള സമ്മതം ഇന്ത്യ അറിയിച്ചു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മറ്റു വാർത്തയിലേക്ക്. നമുക്കറിയാം, മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വിക്ഷേപിക്കപ്പെടുന്ന ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ വിക്ഷേപിക്കപ്പെടുന്ന എയർക്രാഫ്റ്റിന് പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. മാലിന്യ പ്രശ്നം നമ്മുടെ ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശത്തുമുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം എപ്പോഴും ബഹിരാകാശ ശാസ്ത്രജ്ഞരെ വല്ലാതെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. കാലഹരണപ്പെട്ട ഉപഗ്രഹങ്ങൾ, റോക്കറ്റ് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മാലിന്യ പ്രശ്നം വലിയ വെല്ലുവിളിയാണ് ബഹിരാകാശത്ത്. ഇത്തരം മാലിന്യങ്ങൾ തട്ടി ചില ബഹിരാകാശ പേടകങ്ങൾക്കൊക്കെ വല്ലാതെ പ്രശ്നങ്ങൾ സംഭവിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നു. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. ഈ പേടകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള പ്രശ്നമുണ്ടാകും. അത് സഞ്ചാരം, ഉപഗ്രഹാവശിഷ്ടങ്ങൾ വലിയ തോതിൽ 28,000 കിലോമീറ്റർ വേഗത്തിലൊക്കെ സഞ്ചരിക്കുന്ന ഉപഗ്രഹാവശിഷ്ടങ്ങളുണ്ട്. ചെറിയ ഉരസലുണ്ടായാൽ പോലും ഈ ഉപഗ്രഹങ്ങളൊക്കെ നാശത്തിനിടയാകുന്ന പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ പരിഹാരം കാണുകയാണ് ഈ കോസ്മോസർ സ്പേസ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് കൂടി ഇതിലൂടെ ചേർത്ത് വെക്കണം. ഇവർ വികസിപ്പിച്ച എംബ്രേസ് എന്ന റോബോട്ടിക് കൈ, അതായത് ബഹിരാകാശത്തെ അവശിഷ്ടങ്ങൾ പിടിച്ചെടുത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ട് ഇവയെ കത്തിയമരാൻ സഹായിക്കുന്ന ഒരു സംവിധാനം കൂടി ഇന്നത്തെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് പ്രധാനമാണ്. കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റാനുള്ള പേടകങ്ങൾ നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പ് കൂടിയാണ് കോസ്മോസർ സ്പേസ്. ഇരുവശങ്ങളിൽ നിന്നും സ്വതന്ത്രമായി ചലിക്കുന്ന റോബോട്ടിക് കൈകൾ ഉപയോഗിച്ച് ബഹിരാകാശ അവശിഷ്ടങ്ങളെ മൃദുവായി പിടിച്ചെടുത്ത് ഒരു സാങ്കേതിക വിദ്യയാണ് ഇവരുടെ പക്കലുള്ളത്. ലോകത്തെ ആദ്യത്തെ ഇൻഓർബിറ്റ് സോഫ്റ്റ് റോബോട്ടിക് ക്യാപ്ചർ സാങ്കേതികവിദ്യ പരീക്ഷണ പേലോഡാണ് വിക്ഷേപിക്കുന്നതെന്ന് കൂടി കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. വിക്രം 1 റോക്കറ്റിലെ പേലോഡ് ഡെക്കിൽ നിർത്തിയായിരിക്കും ഈ പരീക്ഷണം കൂടി നടക്കുക. ഇത് വിജയിക്കുന്നതോടെ കോസ്മോസർ സ്പേസ് വികസിപ്പിക്കുന്ന റിവൈവർ, മദർക്രാഫ്റ്റ് എന്നീ പേടകങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള മാലിന്യ നിർമ്മാർജ്ജന റോബോട്ടിക് കൈകൾ ഉപയോഗിക്കും. ISRO മുൻ ശാസ്ത്രജ്ഞനും ഗഗൻയാൻ ദൗത്യത്തിന് ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടറുമായിരുന്ന ഡോക്ടർ ചിരഞ്ജീവി ഹണീന്ദ്രയാണ് ഈ സ്റ്റാർട്ടപ്പിൻ്റെ സ്ഥാപകൻ. ബഹിരാകാശത്ത് റഡാർ ഉപയോഗിച്ച് കണ്ടെത്തിയത് ചെറുതും വലുതുമായ 45,000-ലേറെ അവശിഷ്ടങ്ങളാണ് എന്നാണ് കണക്ക്. എന്നാൽ ചെറുകണങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ അത് 14 കോടി കവിയുമെന്നാണ്. ഇവയൊക്കെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നത് കൂടി എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ബഹിരാകാശത്ത് നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ വിക്ഷേപണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്കാണ് ഈ അപൂർവ നേട്ടം ഉണ്ടാകാൻ പോകുന്നതും എന്നതും പ്രധാനമാണ്. മറ്റു വാർത്തയിലേക്ക് പോകണം. ഡൽഹി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുന്ന സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നിപ്പോൾ രാവിലെ 7:30 ബലം പ്രയോഗിച്ച് അതീവ നാടകീയ നീക്കത്തിലൂടെ ഡൽഹി പോലീസ് ഈ നടപടി സ്വീകരിച്ചത്. അവിടെ ഇപ്പോഴും സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആരോഗ്യനില ഏറെ ഗുരുതരമായിരുന്നു വാങ്ചുക്കിൻ്റെ. കോക്രോച്ച് പാർട്ടി പ്രവർത്തകരുടെ വലിയ പ്രതിഷേധത്തിനിടയിലാണ് വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വാങ്ചുക്കിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കിലോ കണക്കിന് ഭാരം കുറഞ്ഞ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഡൽഹി പോലീസിൻ്റെ അതിനാടകീയമായ ഈ നടപടി. പാർവതി ചേരുന്നു. പാർവതി, പോലീസുകാരാണെന്ന് അറിയിക്കാതെയാണ് അവരെത്തിയത്. സിവിൽ വേഷത്തിലെത്തുന്നു. വളരെ പെട്ടെന്ന് ആംബുലൻസിൻ്റെ സഹായത്തോടെ വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ അവിടെ?
അതെ രഞ്ജിത്ത്, രാവിലെ 7 മണിക്ക് ശേഷമാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു നാടകീയ നീക്കം ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജന്തർ മന്ദറിൽ നിരാഹാരം തുടരുന്ന സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വലിയ തോതിൽ പോലീസുകാരും ഒപ്പം ഡോക്ടർമാരും അടങ്ങുന്ന സംഘമാണ് ഇവിടെ ജന്തർ മന്ദറിലെത്തി സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബലം പ്രയോഗിച്ചാണ് പോലീസിന്റെ നീക്കമുണ്ടായത്. തുടർന്ന് ജന്തർ മന്ദറിൽ സംഘർഷ സാഹചര്യവുമുണ്ടായി. CJPയുടെ സമരം 28ാം ദിവസമാണിന്ന്. ഒപ്പം സോനം വാങ്ചുക് നിരാഹാര സമരം തുടങ്ങിയിട്ട് 21ാം ദിവസവുമാണ്. അതീവ ക്ഷീണിതനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില കൃത്യമായി പരിശോധിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. സമരവേദിയിൽ വെള്ളത്തുണി കൊണ്ട് മറച്ച ശേഷമായിരുന്നു പോലീസിന്റെ ഈ നടപടി. ബലം പ്രയോഗിച്ചായിരുന്നു സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് നീക്കിയത്. ഇതിനിടെ ഈ 21 ദിവസത്തിനിടെ 9 കിലോയോളം ശരീരഭാരമാണ് അദ്ദേഹത്തിന് കുറഞ്ഞത്. ഒപ്പം അതീവ ക്ഷീണിതനുമായിരുന്നു വാങ്ചുക്. പോലീസ് നടപടിയിൽ CJP ശക്തമായി പ്രതിഷേധിച്ചു. സമരപന്തലിൽ സംഘർഷമുണ്ടായി. ദില്ലി പോലീസാണ് ഈ സമരപന്തലിലെത്തിയത്. പോലീസിനെ പ്രതിരോധിച്ച CJP പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചുവെന്നും ആരോപണമുയർന്നു. സമരക്കാരെ ഈ ഭാഗത്തു നിന്നും സമരക്കാരെ നീക്കുന്ന നടപടികൾ തുടരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. സഫ്ദർജംഗ് ആശുപത്രിയിലേക്കാണ് സോനം വാങ്ചുക്കിനെ മാറ്റിയത്. വേദിയിലേക്ക് കയറാൻ പിന്നീട് മറ്റു പ്രവർത്തകരെ പോലീസ് അനുവദിച്ചില്ല. അർദ്ധസൈനിക വിഭാഗവും പോലീസും ജന്തർ മന്ദറിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. സമരം നിർത്താൻ തയ്യാറല്ലെന്നാണ് CJPയുടെ നിലപാട്. ഒപ്പം തന്നെ ഐസ പ്രവർത്തകരും ഈ ജന്തർ മന്ദറിൽ നിരാഹാരം കിടക്കുന്നുണ്ട്. ഇവരെയും നീക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി. ഐസ പ്രവർത്തകരും പ്രതിരോധിച്ചു. RML ആശുപത്രിയിലെ ഡോക്ടർമാർ എത്തിയാണ് സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പരിശോധിച്ചു വന്നിരുന്നത്. എന്നും ഇത് തുടർന്നിരുന്നു. ഡോക്ടർമാരുടെ സംഘം ഡൽഹി ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില കൃത്യമായി പരിശോധിക്കുകയും അത് ആശങ്കയുളവാക്കുന്ന നിലയിലേക്ക് മാറിയതോടെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തത്. പോലീസുമായി വലിയ തർക്കവും സ്ഥലത്തുണ്ടായി. പെട്ടെന്നായിരുന്നു വലിയ പോലീസ് സംഘം എത്തി. അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു രാവിലെ ഈ സമരപന്തലിലുണ്ടായത്. ആദ്യം എന്താണെന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർക്ക് പോലും മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് ഇതൊരു പോലീസ് നടപടിയാണെന്ന് CJP പ്രവർത്തകർ പോലും തിരിച്ചറിഞ്ഞത്. എന്നാൽ താൻ ആരോഗ്യപരമായി ക്ഷീണിതനാണെങ്കിൽ പോലും മനോബലത്തിൽ തീരെ കുറവില്ലെന്ന് തന്നെയാണ് സോനം വാങ്ചുക് പ്രതികരിച്ചത്. സമരവേദിയിലേക്ക് ആക്രമണ ശ്രമമുണ്ടായെന്നായിരുന്നു CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആരോപിച്ചത്. ഏകാധിപത്യമെന്നായിരുന്നു CJP പ്രവർത്തകർ ഇവിടെ ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന പോലീസിന്റെ ഏകാധിപത്യമെന്നായിരുന്നു CJPയുടെ മുദ്രാവാക്യം. വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരെയും നീക്കാനായി ശ്രമം തുടരുകയാണ്. കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ജന്തർ മന്ദറിൽ ഈ സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഒപ്പം ബോളിവുഡ് താരങ്ങളും എത്തിയിരുന്നു. ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു നടപടിയെന്ന് വേണം മനസ്സിലാക്കാൻ. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ച വിവാദത്തിൽ നടപടി തേടിയാണ് ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയത്. ശരി പാർവതി, ഏതായാലും നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഡൽഹി പോലീസ് കാര്യം നടത്തിയെടുത്തിരിക്കുന്നു. സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രമുഖ മാധ്യമ ശൃംഖലകളിലൊന്നായ CNBC അറേബ്യ പുറത്തുവിട്ട 2026 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 ബിസിനസ് നേതാക്കളുടെ പട്ടികയിൽ മലയാളി തിളക്കവുമായി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ MA യൂസഫ് അലി. ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും CEOയുമായ ഡോക്ടർ ഷംസീർ വയലിലും പട്ടികയിലുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സമ്പദ് വ്യവസ്ഥയെ നിർണായകമായി സ്വാധീനിക്കുന്ന വ്യോമയാനം, ബാങ്കിംഗ്, ഊർജം, ആരോഗ്യ സംരക്ഷണം, റീറ്റെയിൽ, സാങ്കേതികവിദ്യ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങി 11 പ്രധാന മേഖലകളിലെ സ്ഥാപകർ, ചെയർമാൻമാർ, CEOമാർ എന്നിവരടങ്ങുന്ന പട്ടികയിൽ ഇരുവരും മലയാളികളായി ഇരുവരും മാത്രമേ ഉള്ളൂ. സാമ്പത്തിക പ്രകടനം, സാമ്പത്തിക സ്വാധീനം, നവീകരണം, കോർപ്പറേറ്റ് ഭരണം, പ്രതിരോധശേഷി, സുസ്ഥിരത എന്നീ 5 പ്രധാന മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് CNBC അറേബ്യ ഈ പട്ടിക തയ്യാറാക്കിയത്. എമിറേറ്റ്സ് എയർലൈൻ ആൻഡ് ഗ്രൂപ്പ് ചെയർമാനും CEOയുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തും, അഡ്നോക് ഗ്യാസ് CEO ഫാത്തിമ മുഹമ്മദ് അൽ നുവൈമിയും, ദബാക് ഗ്രൂപ്പ് സ്ഥാപകൻ ഹുസൈൻ സജ്വാനി, ദുബായ് എയർപോർട്ട് CEO പോൾ ഗ്രിഫിത്ത് തുടങ്ങി മിഡിൽ ഈസ്റ്റിലെ പ്രമുഖരും ഈ പട്ടികയിലുണ്ട്. ഏതായാലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ് ലുലു ഗ്രൂപ്പിൻ്റെ വളർച്ച. ഒപ്പം യൂസഫ് അലിയുടെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ എന്നുള്ളത് സംശയമില്ല. ഒപ്പം ഡോക്ടർ ഷംസീർ വയലും ഏറെ അഭിമാനം പുലർത്തുന്ന ഒരു നിക്ഷേപകൻ കൂടിയാണ്. അങ്ങനെ 2 മലയാളികൾ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
മറ്റു പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം NCP എന്ന പാർട്ടി ശരത് പവാർ ഇപ്പോൾ NCPയുമായി ബന്ധപ്പെട്ട് രണ്ട് ആലോചനകളിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും NCP BJPയോട് അടുക്കുന്നു അല്ലെങ്കിൽ NDAയോട് അടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവരിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ BJP മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് NCPകളും കൂടി ലയിച്ച് ഒന്നാകണം എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ പാർലമെൻറ്റിൽ അവർക്കുള്ള പ്രാതിനിധ്യം വർദ്ധിക്കും. അതുമാത്രമല്ല രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരെ നൽകാൻ BJP തയ്യാറാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ പല ബില്ലുകളും NDA സർക്കാരിന് പാസ്സാക്കാനുണ്ട്. അതിന് 2/3 ഭൂരിപക്ഷം വേണം. അതിന് NCPയുടെ പിന്തുണ ഏറ്റവും പ്രധാനമാണ് NDAയെ സംബന്ധിച്ചിടത്തോളം. ശരത് പവാറിനെ NDAയുടെ ഭാഗമാക്കുന്നതിൽ BJPക്ക് എതിർപ്പില്ലതാനും. പക്ഷേ NCPയുടെ മറ്റൊരു ഉദ്ധവ് താക്കറെ NCPയുടെ മറുവിഭാഗം നേരത്തെ നമുക്കറിയാം അജിത് പവാറായിരുന്നു അതിൻ്റെ തലപ്പത്ത്. പക്ഷേ ഇപ്പോൾ സുനേത്ര പവാറാണ് ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വം വഹിക്കുന്നത്. അവിടെയുള്ള ചില റിഫ്റ്റുകൾ ശരത് പവാർ വിഭാഗത്തിന് അങ്ങോട്ടേക്ക് ലയിക്കാൻ പ്രശ്നമുണ്ടാക്കുന്നു എങ്കിൽ പോലും BJP ഇതുമായി ബന്ധപ്പെട്ട് വലിയ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ മറാഠി ബ്രാഹ്മണേതര വോട്ടുകൾ ഏകീകരിക്കാൻ NCP ഒരു പ്രത്യേക കക്ഷിയായി തുടരുന്നത് നല്ലതാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ലയനനീക്ക പദ്ധതിക്ക് പക്ഷേ അന്തിമ രൂപമായിട്ടില്ല. സുനേത്ര പവാറും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും തമ്മിലുള്ള ആഭ്യന്തര തർക്കം ഇതിന് പ്രധാന കാരണമായി വരുന്നുണ്ട്. പക്ഷേ BJPക്ക് അനുകൂലമായി NCP വോട്ട് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ശരത് പവാറിൻ്റെ മകളും MP-യുമായ സുപ്രിയ സുളെ അത് ചില സൂചനകൾ നൽകിയിരുന്നു. ഇന്ത്യ മുന്നണിയിലെ തങ്ങളുടെ ഘടകകക്ഷികളുമായി നടത്തിയ വിശദമായ ആഭ്യന്തര ചർച്ചകൾക്ക് ശേഷം മാത്രമാണ് നിലപാട് തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചില ഡിമാൻഡുകൾ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും NCPയുടെ ലയനം വിഘടിച്ചു പോയ രണ്ട് NCPകളുടെയും ലയനം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങളുണ്ട്. പക്ഷേ ഇത്തവണ ഒരു ചെറിയ തിരിച്ചടി കൂടി ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് 2026 പരിസ്ഥിതി പ്രകടന സൂചികയിൽ 176-ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ അവസ്ഥ. അതായത് എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് പരിസ്ഥിതി പ്രകടന സൂചികയിൽ നമ്മുടെ സ്ഥാനം 176-ആണ്. ലോകത്തെ മലിനമാക്കപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇപ്പോൾ തുടരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്കയിലെ യേൽ സർവകലാശാലയും കൊളംബിയ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഗവേഷകർ ചേർന്ന് തയ്യാറാക്കിയ ഈ സൂചിക ലോകരാജ്യങ്ങളുടെ പരിസ്ഥിതി ആരോഗ്യം, ആവാസ വ്യവസ്ഥ സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള നടപടികൾ എന്നിവയെ വിലയിരുത്തിയാണ് തയ്യാറാക്കുന്നത്. 2026 177 രാജ്യങ്ങളുടെ പരിസ്ഥിതി പ്രകടന സൂചികയാണ് ഇരു സർവകലാശാലകളും ചേർന്ന് പുറത്തുവിട്ടത്. ശുദ്ധവായു, സുരക്ഷിത കുടിവെള്ളം, ജൈവ വൈവിധ്യ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ രാജ്യങ്ങൾ എത്രത്തോളം ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നാണ് ഈ പഠനത്തിൻ്റെ പ്രധാന വിലയിരുത്തൽ. ഇതിൽ ഈ പെർഫോമൻസിനെ ആധാരമാക്കിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ വരുന്നത്. ഇതിലേറ്റവും പ്രധാനം യൂറോപ്പാണ് ഇതിലേറ്റവും മുന്നിൽ എന്നുള്ളതാണ് നിർണായകമായ ഒന്ന്. പക്ഷേ ഇന്ത്യയുടെ പ്രകടനം ഏറെ ആശങ്കാജനകമായി മാറുകയാണ്. ലോകത്തെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച രാജ്യങ്ങളിൽ രണ്ടാമതായി ഇന്ത്യ മാറുന്ന ഒരു പശ്ചാത്തലമാണ്. ലാവോസ് മാത്രമാണ് ഇന്ത്യക്ക് മുകളിൽ ഒന്നാം ഉള്ളത്. 175 സ്ഥാനത്തുള്ള ബംഗ്ലാദേശാണ്. 157-ാം റാങ്കാണ് പാകിസ്ഥാൻ എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഗുരുതരമായ വായു മലിനീകരണം നമ്മളെ ബാധിക്കുന്നു. വന ജൈവ വൈവിധ്യ സംരക്ഷണത്തിലെ പോരായ്മകൾ ബാധിക്കുന്നു. ഉയർന്ന ഹരിതഗ്രഹ വാതക ഉദ്ഗമനം പ്രധാനമാണ്. കൽക്കരി അധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദനത്തെ ആശ്രയിക്കുന്നത് പ്രധാനമാണ്. അങ്ങനെ നഗരങ്ങളുടെ മാലിന്യം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരേപോലെ വിസ്മയം തീർത്ത ക്രിക്കറ്റ് ഇതിഹാസം സർ ഗാരി സോബേഴ്സിന് വിട നൽകുകയാണ് ക്രിക്കറ്റ് ലോകം. 90-ാം ജന്മദിനത്തിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മടക്കം. 6 പന്തിൽ നിന്ന് 6 സിക്സർ അടിച്ച ഇന്ത്യ ബാറ്ററാണ് ആദ്യമായി. നമുക്ക് അതിനുശേഷം ഒരുപാട് ബാറ്റർമാർ ലിസ്റ്റുണ്ട്, നമ്മുടെ യുവരാജ് സിംഗ് അടക്കം. പക്ഷേ 6 പന്തിൽ നിന്ന് 6 സിക്സർ അടിച്ച ആദ്യ ഇന്ത്യൻ ബാറ്റർ ഗാരി സോബേഴ്സ് ആണ് എന്നത് നമ്മൾ ഓർത്തു വെക്കണം. 1954 മുതൽ 1974 വരെയുള്ള 2 പതിറ്റാണ്ടുകാലം അന്താരാഷ്ട്ര കരിയറിൽ വെസ്റ്റ് ഇൻഡീസിനായി 93 ടെസ്റ്റ് മത്സരങ്ങൾ സോബേഴ്സ് കളിച്ചു. 26 സെഞ്ചുറികളും 30 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 57.78 ശരാശരിയിൽ 832 റൺസ് അദ്ദേഹം അടിച്ചുകൂട്ടി. 235 അന്താരാഷ്ട്ര വിക്കറ്റുകൾ സ്വന്തമാക്കി. പാകിസ്ഥാനെതിരെ പുറത്താകാതെ 1958 നേടിയ 365 റൺസ് ദീർഘകാലം
ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറായിരുന്നു. പിന്നീട് അത് ലാറ അത് തിരുത്തുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ വലിയ റെക്കോർഡുകളുടെ ഒരു രാജകുമാരൻ കൂടിയായിരുന്നു ഗാരി സ്ലോബേഴ്സ് എന്നതുകൂടി ചേർത്ത് വെക്കണം. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ശൈലികളിൽ പന്തെറിയാനുള്ള അപൂർവമായ കഴിവുണ്ടായിരുന്നു. ബാർബഡോസിലെ വസതിയിലായിരുന്നു 89-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യമെന്ന് മകൻ ഡാനിയൽ സ്ഥിരീകരിച്ചു. തൻ്റെ 90-ാം ജന്മദിനത്തിന് വെറും 10 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇതിഹാസ താരത്തിൻ്റെ വിടവാങ്ങൽ. ഇടവേള. Champions are in the arena. They rise from the streets. Streets remember champions. Think champions are in the arena. They rise from the streets. Streets remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പ്. Bliss Fertility Hospital presents AD 2026. വലിയൊരു ദൗത്യത്തിനാണ് ഇവിടെ നമ്മൾ തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് 18 ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. Narcotics is the mind of the children are always known to be the tender minds. It's just like a white paper. Zero tolerance to drugs, zero tolerance to any kind of intoxicant. ഒരു ജനറേഷൻ നശിച്ചാൽ നാട് നശിച്ചിപ്പോ. ലഹരി മാഫിയയെ ഇല്ലാതാക്കുവാനുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കൈകോർക്കുന്നു. നമുക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകാം. നോ പറയേണ്ടടുത്ത് നോ പറയണം. ലഹരി കൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും നേടിയിട്ടുണ്ടോ? ആരൊക്കെയാണ് അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നവർ? ആരൊക്കെയാണ് പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ? Bliss Fertility Hospital presents News 18 Kerala AD 2026. സമർപ്പിക്കുന്നത് Bliss Fertility Hospital, കോട്ടയം, തിരൂർ, തിരുവനന്തപുരം. Co-powered by Reliance Industries Limited. Jewelry partner Rajakumari Gold and Diamonds. Special partner St. Xavier School of Nursing and Paramedical, Kurupandara, Kottayam. In association with Poppy. Xylem, KMCT. വയനാട് കള്ളാടിയിൽ 8 ജീവനുകൾ പൊലിഞ്ഞ തുരങ്കപാത നിർമ്മാണത്തിൽ പിണറായി സർക്കാരിൻ്റെയും മുൻ ചീഫ് സെക്രട്ടറി A. ജയതിലകിൻ്റെയും കള്ളക്കളികൾ പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 വാർത്ത ശരിവെച്ച് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. പദ്ധതി പ്രദേശത്ത് നിർമ്മാണത്തിന് മുൻപ് ദുരന്ത ആഘാത പഠനം നടത്താൻ സർക്കാർ സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളെ അനുവദിച്ചില്ല എന്നായിരുന്നു ന്യൂസ് 18 കണ്ടെത്തൽ. കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നിലുണ്ടായിരുന്ന കൊങ്കൺ റെയിൽവേയുടെ ഫയലുകൾ ചീഫ് സെക്രട്ടറി
ജയതിലക് മടക്കിയത് നിയമവിരുദ്ധവും സംശയാസ്പദവുമെന്നായിരുന്നു തെളിവുകൾ നിർത്തി ന്യൂസ് 18 സ്ഥിരീകരിച്ചത്. ന്യൂസ് 18 കണ്ടെത്തലുകൾ ഒന്നൊന്നായി അംഗീകരിക്കുന്നതാണ് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാന്റെ റിപ്പോർട്ട്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേൽ അനധികൃത ഇടപെടൽ നടത്തി മുൻ ചീഫ് സെക്രട്ടറി ജയതിലകും രണ്ടാം പിണറായി സർക്കാരും കൊങ്കൺ റെയിൽവേയുടെ ഫയലുകൾ നിയമവിരുദ്ധമായി മടക്കിയെന്നായിരുന്നു ന്യൂസ് 18 കണ്ടെത്തൽ. ഫയലുകൾ മടക്കാനായി 2025 ജൂൺ 3 ചേർന്ന കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ മിനിറ്റ്സുകളടക്കം പുറത്തുവിട്ടായിരുന്നു ന്യൂസ് 18 ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മുൻ ചീഫ് സെക്രട്ടറിയുടെ നടപടി ദുരന്ത നിവാരണ നിയമത്തിലെ 18, 22 വകുപ്പുകൾ പ്രകാരം ചട്ടലംഘനമാണെന്നും ന്യൂസ് 18 കണ്ടെത്തി. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവർ വിദഗ്ധ പഠനം നടത്തേണ്ടതില്ല എന്നതായിരുന്നു ആ വിഷയത്തിൽ. അതായത് ഇങ്ങനെ ഒരു തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി ഈ വിഷയത്തിൽ ഒരു പഠനം നടത്തേണ്ടതിന്റെ ആവശ്യകതയെ ഇല്ല എന്ന നിലപാടായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചിരുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. മുൻ ഉത്തരവ് പദ്ധതികളുടെ ദുരന്താഘാതം വിലയിരുത്താനുള്ള സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ നിയമപരമായ അവകാശത്തെ തടയുന്നതാണെന്ന് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വയനാട് തുരങ്ക നിർമ്മാണത്തിന്റെ ഫയലുകൾ തിരിച്ചേക്കാനുള്ള തീരുമാനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2025 തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുള്ളതും കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ച നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് അമിക്കസ് ക്യൂറിയുടെ നിരീക്ഷണം. നിർമ്മാണ പ്രവർത്തനം കൊങ്കൺ റെയിൽവേ ഏൽപ്പിച്ചുവെന്ന് കരുതി സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. മറ്റൊരു കണ്ടെത്തൽ മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് പാസാക്കിയ അജണ്ടയിലൂടെ സംസ്ഥാനത്തെ പാരിസ്ഥിതിക അനുമതിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ദുരന്താഘാതം വിലയിരുത്താനുള്ള KSDMAയുടെയും DDMAയുടെയും അവകാശത്തെ നിയമപരമായി തടയുന്നത് എന്നായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെയും അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെയും ഇടപെടൽ സംശയാസ്പദവും അന്വേഷിക്കപ്പെടേണ്ടതും എന്നായിരുന്നു ന്യൂസ് 18 യോഗത്തിന്റെ മിനിറ്റ്സുകളിലടക്കം പുറത്തുവിട്ട് ആവശ്യപ്പെട്ടത്. ഈ അജണ്ടയിലില്ലാത്തൊരു വിഷയം അവതരിപ്പിക്കുകയും അങ്ങനെ അത് അവതരിപ്പിച്ച് പാസാക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി സർക്കാരിന്റെയും മുൻ ചീഫ് സെക്രട്ടറിയുടെയും ഈ ഇടപെടൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതുകൂടിയാണ് ചേർത്ത് വെക്കേണ്ടതായി വരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റികളെ മാറ്റി നിർത്താനുള്ള ചീഫ് സെക്രട്ടറിയുടെ തീരുമാനം സംസ്ഥാനത്ത് ഇപ്പോഴും പിന്നീടും ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് അമിക്കസ് ക്യൂറി വിലയിരുത്തുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയെ മാറ്റി നിർത്തി പാരിസ്ഥിതികാഘാതം വിലയിരുത്താതെ മടക്കിയ ഫയലുകളുടെ നിർമ്മാണ പ്രദേശമായ കള്ളാടി പശ്ചിമഘട്ടത്തിലെ അതീവ പരിസ്ഥിതി ദുർബല മേഖലയാണെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നു. മണ്ണിടിച്ചിലിന് സാധ്യത കൂടിയ പ്രദേശമാണെന്ന് മാത്രമല്ല എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയായി വിജ്ഞാപനം ചെയ്തവ കൂടിയാണ്. അതീവ സൂക്ഷ്മ ദുരന്ത സാധ്യത വിലയിരുത്തൽ കൂടി അനിവാര്യമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുമ്പോഴാണ് നിർമ്മാണത്തിനിടയിൽ 8 ജീവനുകൾ പൊലിഞ്ഞെടുത്ത് പിണറായി സർക്കാരിന്റെ മൗനാനുവാദത്തോടു കൂടി ചീഫ് സെക്രട്ടറി ജയതിലക് നടത്തിയ ഗുരുതര നിയമലംഘനത്തിന്റെ ആഴവും വ്യാപ്തിയും ബോധ്യമാകുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അധ്യായം 10 ഇങ്ങനെ വ്യവസ്ഥ ചെയ്യുന്നു. ദുരന്ത നിവാരണ നിയമങ്ങൾ ബോധപൂർവം മറികടക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി കുറ്റങ്ങൾ ചുമത്താവുന്നതാണ്. അങ്ങനെയെങ്കിൽ കള്ളാടിയിൽ 8 ജീവനുകൾ പൊലിഞ്ഞെടുത്ത് ബോധപൂർവം നിയമം മറികടന്നവർക്കെതിരെ VD സതീശൻ സർക്കാർ നിയമ നടപടിയിലേക്ക് നീങ്ങുമോ? ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അയർലൻഡിലെ മലയാളി സമൂഹത്തിന്റെ ഏറ്റവും വലിയ ജനകീയ ആഘോഷങ്ങളൊന്നായ മിഡ്ലാൻഡ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഉത്സവ് 2026 നടന്നു. പോർട്ട്ലീഷ് റഗ്ബി ക്ലബിൽ വിപുലമായ ജനപങ്കാളിത്തോടെയാണ് ഇത്തവണ പരിപാടി സംഘടിപ്പിച്ചത്. ടൈലെക്സിന്റെ ബാനറിൽ സംഘടിപ്പിച്ച മേളയിൽ ഇന്ത്യക്കാരോടൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇന്ത്യയുടെ അയർലൻഡിലെ അംബാസഡർ മനീഷ് ഗുപ്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലീഷ് കൗണ്ടി മേയർ കാതറിൻ ഫിറ്റ്സ് ജെറാൾഡ് മുഖ്യാതിഥിയായി. സിനിമാ താരം ഭാവന ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കാളികളായി. കലാപരിപാടികളടക്കം ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. അപ്പോൾ 9 മണി വാർത്ത പൂർത്തിയാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ് ചേരും.